എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഉറങ്ങിക്കിടന്ന നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് അവന്റെ പപ്പ ആളാണെങ്കിൽ ചാടി വീണ് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ പപ്പയുടെ കുൽസിതങ്ങൾ നേരത്തെ അറിയാമായിരുന്ന നമ്മുടെ ഹീറോ അവനങ്ങനെ പപ്പയെ വെട്ടിത്തെറിപ്പിച്ച് മടക്കി ലോക്ക് ചെയ്യാണ്. യു ആർ അൺബിലീവബിൾ. നിങ്ങളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ എന്തിനാ ഒരാവശ്യമില്ലാതെ എന്നെ എപ്പോഴും അറഞ്ചം പുറഞ്ചം അടിക്കുന്നേ? അതിനവന്റെ പപ്പ അവനെ ഷോക്കായിട്ട് നോക്കുകയാണ്. കാരണം എന്റെ പപ്പയ്ക്കാണെങ്കിൽ അവന് കഴിഞ്ഞും നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് ഹീറോ അവന്റെ പപ്പയുടെ പഞ്ചും അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കി ഈസി ആയിട്ട് ആളെ മടക്കി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു ചിന്തിച്ച് ആൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആളാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നിനക്ക് എന്ത് സംഭവിച്ചു? ഒരു രാത്രി കൊണ്ട് നിനക്കെങ്ങനെ ഇത്രയും പവർ കിട്ടി? അത് കേട്ട് ഹീറോ ആണെങ്കിൽ അങ്ങനെ സ്തംഭിച്ചു നിൽക്കും. അതിനുശേഷം ലാസ്റ്റ് നൈറ്റ് നടന്ന ആ ഒരു ഇൻസിഡന്റ് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവൻ ടെൻസ്ഡായി പപ്പയോട് ചോദിക്കും, എന്റെ അനുജത്തി കരീൻ അവളിപ്പോ എവിടെ? അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? പപ്പയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആളാണെങ്കിൽ അപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് അവനെ നോക്കി നിൽക്കുകയാണ്. നീ എന്താ ഈ പറയണേ? കരീന് അവൾക്ക് എന്താ കുഴപ്പം? അവൾക്ക് യാതൊരു കുഴപ്പമില്ല. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ അത് മാറില്ല. ഒരുപക്ഷെ ഞാൻ ഇന്നലെ കണ്ടത് ഇതെല്ലാം സ്വപ്നമായിരുന്നോ എന്ന് ചിന്തിച്ച് അവൻ പപ്പയായി താഴേക്ക് വരും. അപ്പൊ അവൻ കാണും ഇന്നലെ ആ ഒരു ഹോളോ ആയിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ വീടിന്റെ ചില തകർന്ന ഭാഗങ്ങൾ. അത് കണ്ട് പപ്പ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ട്രക്ക് വന്ന് ഇന്നലെ നമ്മുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. അതിൽ സംഭവിച്ചതാണ് ഇതൊക്കെ. അത് കേട്ട് ഹീറോയുടെ സിസ്റ്റേഴ്സ് അവർ ചോദിക്കും, ഒരു ട്രക്ക് വന്ന് നമ്മുടെ വീടിന് ഇടിച്ചിട്ടും നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. ഹീറോ ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ അവന്റെ സിസ്റ്ററിനെ ചെക്ക് ചെയ്യും. അവളുടെ ബോഡിയിൽ നൈറ്റ് ഉണ്ടായ യാതൊരു പരിക്കുകളും ഇപ്പൊ കാണാനില്ല. ഹീറോയ്ക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം പുറകില് ആ സോൾ റിപ്പർ റുക്കിയ അവളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ഹീറോയുടെ സ്കൂള് കാണിക്കും. ഹീറോ ആണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ആ സമയത്തായിരിക്കും രണ്ട് ചുന്ദരി പെൺകുട്ടികൾ അവർ രണ്ടുപേരും എന്തൊക്കെയോ കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു വരിക. ആ ചെമ്പമുടി പെണ്ണിന്റെ പേര് ഒറിഹുമി. അവളുടെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു പെണ്ണ് അവള് താറ്റ്സുമി. അവളെ കാണാൻ കുറച്ച് സ്റ്റൈലായിട്ടുണ്ടല്ലേ. അവരാണെങ്കിൽ രണ്ടുപേരും ഇപ്പൊ ലഞ്ച് കഴിക്കാനായിട്ട് അങ്ങനെ കഫറ്റീരിയ നോക്കി നടക്കുകയാണ്. ആ സമയം ഹീറോ അങ്ങനെ സ്പീഡിൽ വന്ന് ഒറിഹിമയെ അവളെ തട്ടി താഴെയിടും. അത് കണ്ട താറ്റ്സുകി അവളാണെങ്കിൽ ഹീറോയോട് ദേഷ്യപ്പെടും. ഇത് കണ്ടില്ലേ, നീ കണ്ണും മൂക്കുമില്ലാതെ നടന്നു വന്ന് എന്റെ ഫ്രണ്ട് അവളെ നീ ഇടിച്ച് താഴെയിട്ടു. മര്യാദയ്ക്ക് അവളുടെ കൈ പിടിച്ച് എഴുന്നേപ്പിച്ച് അവളോട് മാപ്പ് പറയാനായിട്ട് അവൾ ആവശ്യപ്പെടും. അത് കേട്ട് ഹീറോ അവനാണെങ്കിൽ അവൾക്ക് നേരെ കൈ നീട്ടുകയാണ്. അതിനവള് നാണിച്ച് തലയൊക്കെ താഴ്ത്തി എന്നോടാരും മാപ്പൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് നാണിച്ച് കളവൊക്കെ വരച്ച് അവിടുന്ന് ഓടി പോവാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് വന്ന് അവന്റെ ഫ്രണ്ട്സുമായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. ഇപ്പോഴായിരിക്കും ഹീറോയിൻ ഞെട്ടിച്ചുകൊണ്ട് അവൻ ലാസ്റ്റ് നൈറ്റ് കണ്ട ആ സോൾ റിപ്പർ റുക്കി അവൾ അങ്ങോട്ടേക്ക് കടന്നു വരിക. അവളെ കണ്ട് ഹീറോ ആണെങ്കിൽ അങ്ങനെ ഞെട്ടുകയാണ്. ഇവിടെ ഇവൾ ആരാന്നൊക്കെ അവനങ്ങനെ എല്ലാവരോടും ചോദിക്കും. ഉടനെ അവന്റെ ഒരു ഫ്രണ്ട് പറയും, ഇവളുടെ പേര് റുക്കി, ഇവൾ നമ്മുടെ ക്ലാസ്സിലെ പുതിയ സ്റ്റുഡന്റ് ആണെന്ന് പറയും. അതേസമയം റുക്കി ആണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ അവന്റെ നേർക്ക് കൈ നീട്ടുകയാണ്. അവൻ ആ കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കും. അതില് മിണ്ടിപ്പോവരുത്, മിണ്ടിയ ഞാൻ തട്ടിക്കളയുന്നായിരിക്കും അവൾ എഴുതി വെച്ചിട്ടുണ്ടാവുക. കട്ട് ചെയ്ത് ഇപ്പൊ റുക്കിയും നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ടെൻഷനായിട്ട് ചോദിക്കും, റുക്കി നീ എന്തുകൊണ്ടാ തിരിച്ച് ആ സോൾ സൊസൈറ്റിയിലേക്ക് പോവാത്തത്? അതിനവള് പറയും, നീ ഇത്രയും വേഗം എല്ലാം മറന്നുപോയോ? ഇന്നലെ ഞാൻ നിനക്കെന്റെ പവർ അത് മുഴുവനായിട്ടും തന്നു. എന്റെ പവർ അതെനിക്ക് തിരികെ കിട്ടാതെ സോൾ സൊസൈറ്റിയിലേക്ക് തിരികെ പോവാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ പവർ തിരികെ കിട്ടുന്നത് വരെ നീ ആയിരിക്കണം അടുത്ത സോൾ റീപ്പർ എന്ന് അവളിപ്പോ അവനോട് പറയും. ഹീറോ ആണെങ്കിൽ ടെൻഷനാവും. അയ്യോ ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ് ഇന്നലെ ഞാൻ അതുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അത് കേട്ട് അവളാണെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഇട്ട് ഹീറോയെ ആ സോൾ റീപ്പറിന്റെ ഗെറ്റപ്പിലേക്ക് അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം റുക്കിയാണെങ്കിൽ അവനെയും കൂട്ടി പുറത്തേക്ക് വരും. ഫോൺ പോലുള്ള ഒരു പ്രത്യേക ഡിവൈസ് അതുപയോഗിച്ച് അവളാണെങ്കിൽ സോളുകളെ ഡിറ്റക്ട് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും ഒരു കുഞ്ഞു സോളിനെ ഒരു ഹോളോ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർ കാണുക. ഹീറോ ആണെങ്കിൽ ചാടിപ്പോയി അതിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട് അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് വിളിച്ചു പറയും, നീ അവളുടെ സോളെ രക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും സോളുകളെ നീ രക്ഷിക്കേണ്ടതായിട്ട് വരും. എല്ലാവരെയും നീ ഈക്വൽ ആയിട്ട് കാണണം. അടുത്ത നിമിഷം ഹീറോ അവൻ ആ ഹോളോയെ വെട്ടിയെറിഞ്ഞ് ആ കുഞ്ഞിനെ അതിനെ രക്ഷിക്കുകയാണ്. അതിനുശേഷം ചെയ്തതുപോലെ ആ സ്ക്വാഡ് ഉപയോഗിച്ച് ആ കുഞ്ഞിന്റെ നെറ്റയിൽ ഒരു മാർക്കിട്ട് അവളെ സോൾ സൊസൈറ്റിയിലേക്ക് പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോ ഇടിച്ചിട്ട ആ ഒറിഹിമയെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ദൂരത്തായിട്ടൊരു സ്പിരിറ്റ് അവളെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് കാണാം. അടുത്ത നിമിഷം രണ്ട് ഹോളോവേഴ്സ് അവിടേക്ക് വന്ന്
അവനെ നശിപ്പിച്ച് മറ്റൊരു ഡയമെൻഷനിലേക്ക് അവനെ പറഞ്ഞയക്കും. വേറെ ഡയമെൻഷനിലേക്ക് വന്ന ആ ഒരു സോളിനെ അതിനെ ഇവിടെയുള്ള ഹോളോവേഴ്സ് ചേർന്ന് മറ്റൊരു ഹോളോവറാക്കി മാറ്റുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ഹീറോയും റുഖയും അവളാണെങ്കിൽ ഹീറോയെ നിർബന്ധിക്കും, പ്ലീസ് ദയവ് ചെയ്ത് നീ ഒരു സോൾ റിപ്പർ ആവണം. നിനക്കാണെങ്കിൽ എന്നെ കഴിഞ്ഞും പവറും കഴിവും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ഒരുപാട് ഹോളോവേഴ്സിനെ ഇല്ലാതാക്കാനും പാവപ്പെട്ട ജനങ്ങളെയും സോൾസിനെയും പ്രൊട്ടക്ട് ചെയ്യാനും നിന്നെ കൊണ്ട് കഴിയും. പക്ഷെ ഹീറോ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഒരു സോൾ റീപ്പർ ഒന്നും ആയി തീരില്ല. അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ആ സമയത്തായിരിക്കും ഒറിഹിമ അവൾ ആ റോഡ് അതങ്ങനെ നൈസായിട്ട് കടന്നു പോകും. ഓൺ ദി സ്പോട്ട് ഒരു വണ്ടി വന്ന് അവളെ തട്ടിയിടുകയാണ്. ആ ശബ്ദം കേട്ട് നമ്മുടെ ആൾക്കാർ അവിടേക്ക് ഓടിയെത്തും. ഹീറോ ആണെങ്കിൽ അവളെ അടിമുടി ഒന്ന് നോക്കും. അവളുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല. അവന് ഭയങ്കര അത്ഭുതം. അപ്പൊ റുഖിയാണെങ്കിൽ ഇപ്പൊ അവളെ അടിമുടി ഒന്ന് നോക്കും. അപ്പൊ അവളുടെ കാലില് ഒരു സ്പെഷ്യൽ മാർക്ക് കാണുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും റുഖിയയും ഹീറോയും അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് നടക്കും. റുഖിയാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നിനക്ക് അവളെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയോ? നിങ്ങൾ തിക് ഫ്രണ്ട്സ് ആണോ? അതിന് ഹീറോ പറയും, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ഒന്നും അല്ല. ഞാൻ ഈ ഇടയ്ക്കാണ് അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. 3 വർഷങ്ങൾക്ക് മുൻപ് അവൾക്ക് ആകെ ഉണ്ടായിരുന്ന അവളുടെ ഒരു ബ്രദർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അതിനുശേഷം അവൾ ഒറ്റയ്ക്കാണ്. അത് കേട്ട് റുഖിയാണെങ്കിൽ എന്തോ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തിനാ നീ അവളെക്കുറിച്ച് അന്വേഷിക്കണേ? അതിന് റുഖിയ അവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ മനസ്സിൽ അങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കാര്യം അത് സംഭവിച്ചു എന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ ഹീറോയോട് ബായ് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒറിഹിമയുടെ അടുത്തേക്ക് അവളുടെ ഫ്രണ്ട് ടട്സുമി അവൾ കടന്നു വരും. അവർ രണ്ടുപേരും കാഷ്വലായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ്. അതേസമയം ഇവിടെ ഹീറോയുടെ അടുത്തേക്ക് റുഖി അവൾ ഓടിയെത്തും. നീ എത്രയും വേഗം റെഡി ആവണം, എനിക്ക് ഹോളോവേഴ്സിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നീ സോൾ റീപ്പറായി അവറ്റകളെ തകർക്കണമെന്ന് പറഞ്ഞ് അവൾ ഗ്ലൗസ് ഇട്ട് ഹീറോയെ സോൾ റീപ്പർ ആക്കുകയാണ്. ഹീറോ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഹോളോ അത് അവരുടെ റൂമിലേക്ക് കടന്നു വരും. അതിനുശേഷം അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ആ ഹോളോ അത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഉടനെ റുഖിയ അവൾ ആ ഹോളോയെ കണ്ട് ഹീറോയോട് പറയും, ഇത് ഒറിഹിമയുടെ ബ്രദറാണ്. ആക്ച്വലി ഹോളോവേഴ്സ് അവരും നമ്മളെപ്പോലെ മുൻപൊരിക്കൽ മനുഷ്യരായിരുന്നവരാണ്. പകയും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഒരു പരിധിവരെ അവരെ ഹോളോസ് ആക്കി മാറ്റുന്നത്. ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് പകച്ചു നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഒറിഹിമയും അവളുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അടുത്ത നിമിഷം എന്തോ ഒരു ശബ്ദം കേട്ട് അവർ ആ ഭാഗത്തേക്ക് നോക്കി പേടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ ഹോളി.